തൃശൂർ പൂരത്തിന്റെ സിംഫണി. മാലപ്പടക്കത്തിൽ തുടങ്ങി ആകാശത്ത് വർണ്ണവിസ്മയം തീർക്കുന്ന പെരുക്കം. ആഘോഷത്തിന് കരുതി വെച്ചതൊക്കെ സങ്കടത്തീയിൽ പൊലിഞ്ഞു. ഏകദേശം 40 മനുഷ്യരാണ് അതിനകത്ത്. മുണ്ടത്തിക്കോട് കുട്ടംകുളം പാടത്തിന് നടുവിൽ 5.5 ഏക്കർ വരുന്ന ഭൂമി. കൈവിരലിൽ കരുതൽ സൂക്ഷിച്ച് മനസ്സിൽ സന്തോഷം നിറച്ചാണ് 5 പുരകളിലായി തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ടിനുള്ള ഒരുക്കം അവിടെ നടന്നത്. രാവിലെ ക്യാമറയ്ക്ക് മുന്നിൽ ചിരിച്ചു നിറഞ്ഞവർ ഇന്ന് കണ്ണീരായി മറഞ്ഞിരിപ്പാണ്. ഇത്തവണത്തെ തൃശ്ശൂർ പൂരത്തിന്റെ തിരുവമ്പാടിയുടെ വെടിക്കെട്ട് പുരയിലേക്കാണ് നമ്മൾ പോകുന്നത്. തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് എന്ന് പറയുന്നത് സാധാരണ ഒരു മേളം കൊട്ടിക്കയറുന്നത് പോലെയാണ്. അതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഓലപ്പടക്കത്തിലാണ്. ഓലപ്പടക്കം ഇവിടെ ഉണ്ടാക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നോടൊപ്പം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ടിന്റെ എല്ലാം നേതൃത്വം നൽകുന്ന ശശിയേട്ടനാണുള്ളത്. ശശിയേട്ടാ, തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓലപ്പടകമാണ്. ഇതിനൊരു ഋതുണ്ട്. അപ്പൊ ഈ പരമ്പരാഗത വെടിക്കെട്ട് കലാകാരന്മാര് അവരുണ്ടാക്കുന്നതാണ്. അത് മാലയായിട്ട് ഇണക്കിയിട്ട് ആ മാലയാണ് നമ്മൾ മറ്റുള്ള ശബ്ദത്തിന്റെ വരുന്ന ഗുണ്ടും കുഴിമില്ലും ആമിട്ടും മാതിരി ഡൈനാമിറ്റിനും കൂടി ഇത് കെട്ടുന്നത്. തിരമാല അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു മേളത്തിന്റെ കലാശം എങ്ങനെയാണ് സ്റ്റാർട്ടിങ് തൊട്ട് കലാശം ആ രീതിയിലാണ്. അതാണ് ഫിനിഷിങ്ങിലേക്ക് പൂന്തോറും ഓലപ്പടകത്തിന്റെ എണ്ണം അത് അതിന്റെ കെട്ടുന്ന മാലയുടെ എണ്ണം ആദ്യം ഒരു വരിയായിട്ട് ഇടും, പിന്നെ 2 വരിയായിട്ട് ഇടും, പിന്നെ അങ്ങനെ വരികൾ ഇങ്ങനെ കൂട്ടിയിടും അല്ലേ. ആ ഓലപ്പടകത്തിന്റെ ഋതത്തിനനുസരിച്ച് നമ്മൾ ഇത് മുകളിലേക്ക് പൊട്ടുന്ന ഐറ്റംസിന്റെ ഇപ്പൊ ഗുണ്ടായാലും കുഴിമാലും അതിന്റെ എണ്ണം കൂടി വരും. ഒറ്റയ്ക്കായുള്ള ഈ ഓലപ്പടക്കങ്ങൾ അത് ഇവിടെ ഒന്നിച്ച് കൂട്ടിക്കെട്ടുകയാണ്, മാല ഇണക്കുക എന്നാണ് പറയുന്നത്. കലാശത്തിലേക്ക് എത്തുമ്പോൾ ഒരുപാട് ലൈനായിട്ട് ഇങ്ങനെ ഇടും. അതാണ് അവസാനമുള്ള ആ കൂട്ടപ്പൊരിച്ചിലിന് ഏറ്റവും അധികം ഭംഗി നൽകുന്നതും ആ കേൾക്കാൻ ആ ഇമ്പം നൽകുന്നതും. ഈ ടൈമറുകളാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതായത് ഈ സാധാരണഗതിയിൽ മുകളിലൊക്കെ പോയി പൊട്ടുന്ന അമുട്ടും അതുപോലെ തന്നെ ഗുണ്ടുകളും അതിനൊക്കെ തന്നെ ഉപയോഗിക്കുന്ന ടൈമറുകളാണ്. ചേട്ടാ, ഒരു ടൈമർ തരുമോ ഒന്ന് കാണാനായിട്ട്? അതായത് ഇത് കണ്ടില്ല, ഇത്രത്തോളം വലിപ്പമുള്ളൂ. ഇത് മുകളിലേക്ക് എത്ര ഉയരം പോകണം എന്നുള്ളതൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാ ചേട്ടാ, അതിൻ്റെ ഒരു മെക്കാനിസം എങ്ങനെയാണ്? ഇതാണ് ഇതിന്റെ ഹാർട്ട്. ഈ നമ്മൾ പൊട്ടിക്കുന്ന ശബ്ദമായാലും വർണ്ണമായാലും ഇത് അതിന്റെ ഹാർട്ടാണ്. ഇതിനൊരു അളവുണ്ട്. ഇപ്പൊ നമുക്കൊരു 75 മീറ്ററാണ് മുകളിൽ ഉയരത്തിലേക്ക് ഇത് പോകേണ്ടത് വെച്ചാൽ ഇപ്പോൾ 1 ഉളി 1.5 ഉളി അങ്ങനെയാണ് അതിന് കണക്ക്. അത് വെച്ച് കഴിഞ്ഞാൽ ഇത് കമത്തി ഇട്ടിട്ട് ഇതിൽ തീ പിടിക്കുമ്പോൾ മുകളിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ അത് ഉയരത്തിൽ അടിയിൽ നിന്ന് തള്ളുന്ന മരുന്നിൻ്റെ മുകളിലേക്ക് 75 മീറ്റർ ഉയരത്തിൽ പോയി കഴിഞ്ഞാൽ അതുവരെ ഇതും പുറത്തേക്ക് ഊതും. ഈ മരുന്നിൻ്റെ പുറത്തേക്കാണ് തീ പോയി പോകുന്നത്. ആ 75 മീറ്റർ എത്തി കഴിഞ്ഞാൽ ഇത് അകത്തേക്ക് ഊതുമ്പോൾ അത് അമിട്ടാണെങ്കിൽ പൊട്ടി വരികയും അതാ ശബ്ദത്തിലുള്ള കുഴിമിന്നലാണെങ്കിൽ അതിന് ശബ്ദത്തിൽ പൊട്ടും. ഇതൊരു ഹാർട്ടാണ്. ഇത് കറക്റ്റ് ആവണം. ഇത് കറക്റ്റ് അല്ലെങ്കിൽ നിലത്ത് വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഈ നമ്മൾ എത്ര മനോഹരമായിട്ടുള്ള അമിട്ടുകൾ ഉണ്ടാക്കിയാലും ഈ ഒരു ഐറ്റം ഇല്ലെങ്കിൽ അത് അത്ര ഗുണകരമായില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയുക. ഓടേണ്ട ഓടേണ്ട ഓടി തളരേണ്ട ഓമന പൂമുഖം വാടിടേണ്ട ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ട. അതായത് ഈ വെടിക്കെട്ട് രംഗത്ത് 1/2 നൂറ്റാണ്ട് പിന്നിടാൻ പോകുന്ന മഹാനാണ് ഈ പാട്ട് പാടിയത്. അപ്പോൾ അദ്ദേഹം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തിരിയിടലാണ്. ഈ തിരി ഇല്ലെങ്കിൽ ഈ വെടിക്കെട്ട് ഇല്ല എന്നാണ് വിൽസേട്ടൻ പറയുന്നത്. വിൽസേട്ടാ, എന്താ ഈ തിരി എങ്ങനെയാണ്, ഇത് എവിടെയൊക്കെയാണ് ഇടുക നമ്മൾ?
പടക്കമായാലും കുണ്ടായാലും കുഴിമലായാലും ഡൈനായാലും ഒക്കെ തീ വെക്കണമെങ്കിൽ ഈ കരിന്തിരി വേണം. അതാണ് ഇതിൽ ചേർക്കുന്ന മരുന്നുകൾക്ക് അതിലൊരു കറക്റ്റ് ആയില്ലെങ്കിൽ ആ തിരി ബുദ്ധിമുട്ടാ. അതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ഇപ്പൊ അങ്ങോട്ട് വിട്ടു കൊടുക്കണേ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ടൈമർ. ഇത് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു താളത്തിൽ അത് വെക്കുകയാണ് ചെയ്യുക. ചേട്ടാ, ഇതിന്റെ ഒരു മെക്കാനിസം എങ്ങനെയാണ്? ഇത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതും മറ്റു കാര്യങ്ങളൊക്കെ? കടലാസിന്റെ കുറയില് മെഷും മറ്റേ വെടിയുപ്പും കൂടി മിക്സ് ചെയ്തിട്ടാണ്, അലുമിനിയം പൗഡറും കൂടി മിക്സ് ചെയ്തിട്ടാണ് അതിൽ നടക്കുന്നത്. ശബ്ദം ഉണ്ടാക്കുന്നതാണ്. ടൈമർ തള്ളിപ്പോയി കഴിഞ്ഞാൽ ഇതാവില്ല. അപ്പോൾ ഇതൊക്കെ വളരെ സുരക്ഷിതത്തോടു കൂടിയിട്ടാണ് ചെയ്യുന്നത്. അതിപ്പോൾ നമുക്ക് വേറെ അതിൻ്റെതായ അറിയാവുന്ന നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, അതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ, തീർച്ചയായിട്ടും അവരെ കൊണ്ടാണ് ഈ പണികളൊക്കെ നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 3:20 മുണ്ടത്തിക്കോട് കുലുങ്ങി. ദൂരെ നിന്ന് കേട്ട ശബ്ദത്തിന് ആ നാടിനെ ആകെ നടുക്കാനുള്ള കരുത്തുണ്ടായിരുന്നു. അയ്യോ, കുട്ടിയുണ്ട്. 2 കിലോമീറ്റർ അപ്പുറം അവിടെ വരെ ശബ്ദം കേട്ടു. സൗണ്ട് കേട്ടു. വെടിക്കെട്ട് പെര ഇവിടെ ഒരു പെരുന്നാൾ നടന്നു. അപ്പൊ പെട്ടെന്ന് ഓർമ്മ വന്നത് പെരുന്നാളിന്റെ കാര്യമാണ്. ഈ വെടിക്കെട്ട് വരെ ഇവിടെ ഉണ്ടെന്നുള്ള അറിയാം. അങ്ങനെ അവിടുന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടുന്ന് പുക അങ്ങനെ പോകുന്നുണ്ടപ്പോൾ വലിയൊരു സ്ഫോടനല്ലേ, മനസ്സിലായി വെടിക്കെട്ട് ഇവിടെ പെര കത്തിണ്ടെന്ന്. അപ്പോൾ സൗണ്ട് പെട്ടെന്ന് കേട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മറ്റേ ഇടിവെട്ടാണെന്ന്. പെട്ടെന്ന് പിന്നെ രണ്ടാമത്തെ സൗണ്ട് കേട്ടപ്പോഴാണ് നമുക്ക് സ്മെല്ലും വന്നു. വെടിമരുന്നിൻ്റെ സ്മെല്ലും വന്നപ്പോൾ നമ്മൾ വേഗം എല്ലാവരോടും പറഞ്ഞു വെടിക്കെട്ട് വരും. അപ്പോഴേക്കും ഞങ്ങൾ ഓടി ഇവിടെ എത്തി. എത്ര ആളുണ്ട്, എന്താണ്, ചൂടാവാനാണ് സാധ്യത, വെയിലിൻ്റെ ചൂടിൻ്റെ ആണ്. ഭയങ്കര സൗണ്ടല്ലേ, വണ്ടി പൊന്തിയ പോലെ. എന്നിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു തടിച്ചൊരു ചേട്ടൻ കിടക്കുന്നുണ്ട്. പണ്ട തടിച്ചൊരു ചേട്ടൻ ഇവിടെ കുറച്ച് അപ്പുറത്ത് ആളെടുത്ത് അങ്ങനെ ആരും ഇല്ല. ഇവിടെ വീട്ടുകാർക്ക് പേടിച്ചിട്ടൊക്കെ ആൾക്കാർ എന്താ ചെയ്യുന്നത് ഒരു ജോബിലുണ്ടായിരുന്നു. നിങ്ങൾ ആദ്യമായിട്ട് വന്നിരുന്നേ. വീട്ടുകാരുണ്ട്, അതിനകത്ത് വീട്ടിൽ ചേട്ടന്മാരുണ്ട്. പക്ഷെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പേടിച്ചിട്ട്. ഞങ്ങള് ഒരു സ്ഥലത്തേക്ക് പോവാൻ നിൽക്കായിരുന്നു, പ്രദക്ഷിണം പള്ളിത്തെ. അപ്പൊ ഞങ്ങൾ ഇറങ്ങുമ്പോ വീടാകെ കുലുങ്ങിയിട്ട് ചില്ലൊക്കെ വിട്ട്. അപ്പൊ എല്ലാരും പുറത്തേക്ക് ഇറങ്ങി അപ്പുറത്തെ പറമ്പിൽ നിൽക്കായിരുന്നു. മനസ്സിലായിരുന്നു. അപ്പൊ ആദ്യം പറഞ്ഞു യുദ്ധം നടക്കാന്ന് പറഞ്ഞിട്ട് എല്ലാരും ഓടിയായിരുന്നു. ഉള്ളു പൊട്ടിച്ച് ആ 5 ഏക്കറിൽ മനുഷ്യർ ചിന്നിച്ചിതറി. രക്ഷാപ്രവർത്തകർക്ക് അടുത്തേക്കെത്താൻ പോലും കഴിയാത്ത വിധത്തിൽ കരിമരുന്നുകൾ ആശങ്കയുടെ കരിനിഴൽ വീഴ്ത്തി. ഒന്നിനു പുറകെ ഒന്നായി തുടർ സ്ഫോടനങ്ങൾ. അപകടത്തിൽപ്പെട്ടവർ എത്രയെന്നു പോലും അറിയാനാകാത്ത ആശങ്ക നാടാകെ പടർന്നു. രണ്ടാളാണ് ഞാൻ കണ്ടിട്ടുള്ളൂ, വേറെ ആൾക്കാരാണ് ഞാൻ കണ്ടിട്ടില്ല. ആ രണ്ടാൾക്കും നല്ല മാതിരി പൊള്ളലുണ്ട്. അവര് ജീവനുണ്ടായിരുന്നു അവർക്ക്. അവര് വർത്താനൊക്കെ പറയുന്നുണ്ട്. അവരുടെ മേല് തീ പൊള്ളിയെന്ന് മാത്രമല്ലോ, അവർക്ക് കിടക്കാനും ഇതാക്കാനും ഒന്നിനും പറ്റില്ല. ആ ഒരു അവസ്ഥ മേല് പൊള്ളിയ കാരണം കൊണ്ട് ഓടിയിട്ട് വീണിട്ട് ഒരു ചേച്ചിയുടെ തലപൊട്ടിയുണ്ട്. ആ ചേച്ചി ആ തലപൊട്ടിയ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയും പിന്നെ വേറൊരു ചേച്ചി, അവര് രണ്ടാളും പിന്നെ ഈ 2 ചേട്ടന്മാര്, അവരെയാണ് ഞാൻ ഉള്ള സമയത്ത് അങ്ങനെ വീണ് കിടക്കായിരുന്നു അവര്. ആ വീണ് കിടക്കണോടത്തുനിന്നാണ് പിന്നെ എല്ലാവരും എടുത്തിട്ട് വണ്ടിയുടെ അവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. ഭയങ്കര ശബ്ദമായിരുന്നു. അപ്പൊ പൊട്ടണേ കേട്ടപ്പോ എന്താണ് എന്റെ ഒച്ചയെന്നോർത്ത് ഓടി ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വന്ന്. അപ്പോൾ അവിടെ നിന്നൊക്കെ ആൾക്കാർ ഓടി വരണേണ് കണ്ടത്. അപ്പോൾ അവർ പറഞ്ഞ് ഓടിക്കോ, എല്ലാവരും ഓടിക്കോ, അതേ പൊട്ടണേണ്, അവിടെ തീ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി കിഴക്കോട്ട് റോട്ടിലേക്ക് ഓടി. എല്ലാവരും കൂടി റോട്ടിലേക്ക് ഓടി. ആ സമയത്ത് വൈദ്യുതി കട്ടായി പോയി. പെട്ടെന്ന് കുട്ടികൾക്ക് മേലേക്ക് തെറിച്ച് വീണതിന്റെ പൊട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ മുകളിൽ നമ്മൾ ഇറങ്ങി ഓടി വരുമ്പോൾ ഫുള്ള് വീണ് കിടക്കായിരുന്നു. അപ്പോൾ അതിന്റെ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റിയില്ല. ഞങ്ങൾ മൊത്തത്തിൽ കുലുക്കും, ഉള്ളിലേക്ക് ഒരു ചൂട് പോലെ അടിച്ചു കയറിയായിരുന്നു. ആ സമയത്ത് എന്താന്ന് മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. അത് ഞാനൊക്കെ ഉറക്കത്തിലായിരുന്നു. ഞങ്ങളെല്ലാവരും ഉറക്കത്തിലായിരുന്നു. വൈഫ് ഉറങ്ങിണ്ടായിരുന്നില്ല. വൈഫ് വന്നിട്ട് പറഞ്ഞു ഭൂമി കുലുങ്ങുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പെട്ടെന്ന് വിളിച്ചപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറക്കുമ്പോഴേക്കും ചില്ലുകളൊക്കെ അടിച്ച് ഉള്ളിക്ക് പൊട്ടി വീണ് അവിടെ നിന്നൊക്കെ മുകളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് തെറിച്ചു വീണു. പച്ചത്തുരത്തായിരുന്ന ആ ഭൂമിയെ കരിമരുന്ന് ആകെ കരിയിച്ചു. ഓടിയെത്തിയവരെ കരയിച്ച് വീണ്ടും പ്രതിസന്ധികൾ. കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ആരും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല.
അല്ല നോക്കാം അങ്ങനെ ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. ചേട്ടൻ അവിടെ ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. ഇത്തരത്തിൽ അത് അപ്പുറത്തുണ്ടെന്നാണ് അദ്ദേഹത്തിന് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം അതൊക്കെ പുറത്തുണ്ട് എന്ന് പറയുന്നത്. അത് തൊഴിലാളി ഇവിടെ ഉണ്ടായിരുന്ന ഒരു തൊഴിലാളിയുടെ ബന്ധുവാണ്. സകല ദുരന്ത നിവാരണ സംവിധാനങ്ങളും മുണ്ടത്തിക്കോട്ടേക്കെത്തി. മനുഷ്യനെ വിഴുങ്ങുന്ന അഗ്നിക്ക് മുന്നിൽ ആധുനിക സംവിധാനങ്ങൾ പോലും ആദ്യ മണിക്കൂറുകളിൽ പകച്ചു നിന്നു. പാടശേഖരത്തിന് നടുവിൽ ചിതറിപ്പോയ മനുഷ്യരെ തിരഞ്ഞ് രക്ഷാപ്രവർത്തകർ. അങ്ങോട്ടേക്ക് എത്താൻ കഴിയാതെ ആംബുലൻസും ഫയർഫോഴ്സും. ചാക്കുകളിലും സ്ട്രെച്ചറുകളിലും വാരിക്കൂട്ടിയ ദേഹാവശിഷ്ടങ്ങളുമായി 5 കിലോമീറ്റർ ദൂരെയുള്ള തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക്. സമീപകാലത്തൊന്നും കാണാത്തൊരു ദുരന്തത്തെ അധികൃതർ മനസ്സാന്നിധ്യത്തോടെ അവിടെ നേരിട്ടു. എത്ര പേർ? അപകടത്തിന്റെ ആഴം പോലും തിരിച്ചറിയാനാകാത്ത മണിക്കൂറുകൾ. ഏറ്റവും വലിയ ഒരു വിഷമം എന്താ വെച്ചാല്, നമ്മൾ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു കെമിക്കലും നിയമത്തിന് വിരുദ്ധമായിട്ടില്ല. അപ്പോൾ 99% ഈ തീ പോലുള്ള വേലി ചൂടായിട്ട് ഈ തിരി അല്ലെങ്കിൽ കടുമരുന്ന് തീ 2:40 ഉള്ളിൽ പെട്ടെന്നുള്ള ചൂടുകൊണ്ടായിരിക്കണം ഈ ഞാൻ നിൽക്കുന്നിടത്ത് തിരി കത്തിയിട്ടുണ്ടാവും. ചൂടേ. കാരണം ഞാൻ തിരി എടുത്തിടുക, ഇങ്ങനെ ഒരു ട്രിപ്പ് മറിച്ചിട്ട് കഴിഞ്ഞാൽ തിരി പെട്ടെന്ന് ഉണങ്ങും. അപ്പോഴാണ് പെട്ടെന്ന് ഒരു 5 മീറ്റർ അകലെ എന്നരട്ടി ഇതെന്തേ നമ്മൾക്ക് ഞാൻ മറിയുമ്പോഴേക്കും ഞാൻ ഇട്ട തിരിയൊക്കെ കത്തി. പിന്നെ എനിക്ക് മനസ്സിലാക്കി ഞാൻ ഓടുമ്പോഴേക്കും ഈ ഇവിടെ നർവ് ഷെഡ് പൊട്ടി. അപ്പോഴേക്കും ഇവിടെ പൊട്ടി ഈ നർവ് ഷെഡ്. അങ്ങനെ 2 കണ്ടും മറിയുമ്പോഴേക്കും സ്റ്റോറും പൊട്ടി. പിന്നെ ഞാൻ നിന്നില്ല, ഞാൻ പറഞ്ഞില്ല. പിന്നെ ഞാൻ തിരിച്ച് പെണ്ണുങ്ങളുടെ അടുത്തേക്ക് വന്നേ. ദുരന്തത്തിന്റെ നടുക്കത്തിന് നടുവിലും ചിലർക്ക് ആയുസിന്റെ ബലത്തിൽ മാത്രം ജീവൻ തിരിച്ചു കിട്ടി. എന്നിട്ടും ഇന്നലത്തെ രാത്രി ഉറങ്ങാൻ പോലും ആകാത്ത പാവം മനുഷ്യർ. അപ്പോൾ ഉച്ചയാകുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് വർത്തനൊക്കെ പറഞ്ഞ് ഊട് കഴിച്ച് ഓരോ മേഖലയ്ക്ക് ഓരോരുത്തർ തിരിഞ്ഞു. അപ്പോൾ എനിക്ക് അന്ന് കൂടുതൽ തിരി നിൽക്കേണ്ട പരിപാടിയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് 2:30 കഴിഞ്ഞപ്പോൾ സതീശ് എന്നോട് വിളിച്ചു. ഇന്ന് സാമ്പിളിന് ഉള്ള ഒരുക്കം ചെയ്തിട്ട് ഇന്ന് കയറ്റണം വൈകുന്നേരം. അപ്പം ഞാനും സതീശനും 2-3 പേര് കൂടിയിട്ട് കയറി വരുന്ന സ്ഥലത്ത് കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കുമ്പോൾ ചാക്കിലാക്കി. ഞാൻ പറഞ്ഞു തിരി ഒന്ന് മറിച്ചിടണം, ഉണക്കക്കുറവുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് വെൻസെറ്റം പൊക്കോളൂ. റോഡ് കടന്നിട്ട് ആ ഷെഡിൻ്റെ അവിടെ വന്നിട്ട് എനിക്ക് ഷെഡിലേക്ക് വരാൻ പറ്റുന്നില്ല. അവിടെ ജനങ്ങൾ പൊട്ടിക്കൊണ്ട് ഇങ്ങടെ വരണേ. പക്ഷെ എനിക്ക് പോകണമെന്നുണ്ട്. എന്തായാലും അവിടെ ആളുണ്ട് എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ആരും സമ്മതിക്കണില്ല, മാറുമെന്ന് തന്നെ പറയണം. ഇനി വിൽസേട്ടന്റെ ആ കൈകൾ കരിമരുന്ന് തൊടില്ല. 49 വർഷമായി ഞാൻ ഈ വെടിക്കെട്ട് തൊഴിലിൽ ഞാൻ സ്ഥിരമായിട്ട് പോകും. തീർത്താണ് ഇവരെന്നെ കഞ്ഞി ഓർത്തിട്ട് ഞാൻ പണിയാൻ പറ്റില്ല. അതിൻ്റെ സന്തതി വേണ്ട. പക്ഷെ ഒരിക്കൽ ഞാൻ മരുന്ന് കയ്യിലാക്കും. അന്ത്യവിശ്രമങ്ങളിൽ നിന്റെ അപ്പൻ്റെ അമ്മയുടെ കല്ലറയിൽ പോയി പ്രാർത്ഥിച്ച് അവിടെ ഞാൻ രാത്രി കത്തിച്ച് സമാധാനം നിർത്തും. അതിൻ്റെ അപ്പൻ്റെ അമ്മയുടെ കല്ലറയിൽ പോയിട്ട് മതി. എൻ്റെ കുട്ടികൾ പറഞ്ഞു മതിയെ പപ്പയെന്ന്. 49 കൊല്ലം എൻ്റെ ദൈവനെ കാത്തു. മതി, എത്ര മതി. പക്ഷെ മരിച്ചവർക്ക് വേണ്ടിയിട്ട് അത്ര മതി എന്ന് പറയാൻ പറ്റും. എനിക്ക് അവരെ മറക്കാൻ പറ്റും. എങ്ങനെ ജീവൻ തിരിച്ചു കിട്ടിയെന്ന് ചിന്തിച്ചെടുക്കാൻ പോലും കഴിയാത്ത മരവിപ്പ്.
എന്തായിരുന്നു ആ സമയത്ത് ഉണ്ടായത്? എവിടെയെങ്കിലും തീ കത്തുന്നതായിട്ട് തോന്നിയോ അതോ? എന്തൊരു വ്യത്യാസന്മാര് തോന്നി. അപ്പൊ തന്നെ മറ്റേ കുഴിമിന്നലുണ്ടോ, ഡെയിന, ചെറിയ ഡെയിന, അത് പൊട്ടി വന്നു. ഞങ്ങൾ ഇരിക്കുന്ന പേരുടെ മുകളിൽ അലക്കി. അത് അലക്കി വിടുന്ന അവിടുന്ന് ഞങ്ങളൊക്കെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. അതുണ്ടായ പിന്നെ എന്താ ഉണ്ടായെന്നുള്ള ആ റോഡിൻ്റെ അപ്പുറത്ത് നിന്നപ്പോൾ പിന്നെ ചട്ടപ്പെട്ട് തന്നെ അലക്ക് തന്നെയാണ്. പിന്നെ എന്തൊക്കെ ഉണ്ടായി എന്താന്ന് പറയാനൊരു ക്ലിയർ ആയിട്ട് വരുന്നില്ല. ഇപ്പം ഇങ്ങനെ ലെവലായി വരണുള്ളൂ. ഉറങ്ങിയായിരുന്നോ രാത്രി? ഉറക്കം ശരിക്കും വന്നിട്ടില്ല. രാത്രി നമ്മൾ കണ്ടിരുന്നല്ലോ. ഉറക്കം ശരിക്കും വന്നിട്ടില്ല. ഉറക്കം വന്നു ഇനി വൈകുന്നേരം ആവണം. അപ്പോൾ ഈ ടെൻഷനാണ് ആദ്യം മനസ്സിനൊരു ഇത്. തലയിൽ മരണം വന്നിടിക്കുമ്പോഴും പ്രാണൻ വിടാതെ പിടിച്ച അമ്മ. അമ്മ എത്ര നാളായിട്ടോടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു? 2 വർഷമായിട്ട്. ഈ വർഷവും പോകുന്നുണ്ടോ? എന്താ സംഭവിച്ചത്? നിങ്ങൾ ഞങ്ങളിത് ഈ പണി തിരി മുക്കിയിട്ടത് കഴിഞ്ഞു. അപ്പൊ എഴുന്നേറ്റ് നിന്ന് എല്ലാവരും, ഞാൻ മാത്രം അപ്പം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പുറത്തേക്കൊക്കെ പോയി തോന്നുന്നുണ്ട്. ചായ കുടിക്കേണ്ട നേരമായി. അപ്പൊ കയ്യങ്കാലൊക്കെ ഇത് കഴുകട്ട വെച്ചിട്ട് നോക്കിയപ്പോഴാണ് ഈ പൊട്ടല് കേട്ടത്. സൗണ്ട് ആദ്യം കേട്ടത്. അപ്പൊ സൗണ്ട് കേൾക്കും. പിന്നെ ഈ പൊടിപടലങ്ങളൊക്കെ ഇങ്ങനെ പടർന്നിട്ടേ, നമ്മൾ നിൽക്കണോടത്തല്ല പൊട്ടിയത്, പക്ഷെ പൊട്ടിയത് വേറെ സ്ഥലത്തായിരുന്നു. എന്നാലും ഇതിങ്ങനെ ഇതൊക്കെ ആകെ പടർന്നു. അപ്പൊ അപകടമൊന്നും നമുക്ക് മനസ്സിലായില്ല. അപ്പൊ ഓടുകയായിരുന്നു. ഓടുമ്പോ ഓടിന്റെ കഷ്ണാണോ അതോ വേറെ എന്തോ വന്ന് വീണു തലയ്ക്ക്. ചോര വന്നു. മുടി ഒന്നും ചെയ്യരുന്ന് പറഞ്ഞിട്ട്, ഒന്ന് എനക്കാരെന്ന് ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ചോര കുറച്ച് പോയി. ഇനിയിപ്പോ എന്താ ഉണ്ടാവണാവോ. മണിക്കൂറുകൾക്ക് മുൻപ്, അല്ല നിമിഷങ്ങൾക്ക് മുൻപ് വരെ ആ അപകട സ്ഥലത്ത് നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട പാവം തൊഴിലാളികൾ. അവരിൽ ചിലർ വേദന തിന്ന ആശുപത്രികളിൽ. ഓടിയോണ്ട് അവിടെ വീണപ്പോ ഞാൻ കൈ പിടിച്ച് ഏൽപ്പിച്ച് നോക്കുമ്പോ വേറൊരു ചേച്ചി കാലിന്റെ കുഴ തെറ്റിട്ട് തീരെ നടന്നു വരെ. അപ്പൊ ഇവളേനെ ഞാൻ ഇവളേനെ വിട്ടിട്ട് ആ ചേച്ചിനെ പിടിക്കാൻ പോയി. അപ്പൊ അതിനെ എനിക്ക് പിടിച്ചിട്ടൊന്നും പൊന്തലില്ല. എന്നിട്ട് അത് അവിടെ കിടക്കുക. അപ്പൊ അതിന്റെ കൊണ്ടുവരുന്ന ഒരു ചേട്ടനെ വിളിച്ചിട്ട് ഞാൻ അതിനോട് ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞു. അപ്പൊ അയാൾക്കും തന്നെ പറ്റില്ല, എനിക്കും പറ്റണില്ല. ഞാൻ കൂട്ടി പറ്റില്ല പിടിക്കാന്ന് പറഞ്ഞു. അവരെ കാലുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റണില്ലേ. ആ ചേച്ചി ആശുപത്രിയിൽ ഉണ്ടായിരുന്നു, പോയിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്, ഒന്നും അറിയില്ല. ഞങ്ങളിപ്പോൾ കുറേ നാളായി അവിടെ പണിയണു. അന്നും ചൂടും തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ എന്ത് പറ്റിയെന്ന് ആർക്കും അറിയില്ല. ഞങ്ങൾ ശബ്ദം കേട്ടത്, ഞങ്ങൾ കുറച്ചകലെ മാറിയിരുന്നിട്ട് പണിയല്ലോ. അപ്പോൾ പെട്ടെന്നൊരു പൊട്ടൽ കേട്ടു. ആ പൊട്ടൽ കേൾക്കുമ്പോഴേക്കും പിന്നെ അവിടെ പുകയും പൊടിയും ഓരോന്നും പൊട്ടി വീലും ഒക്കെ ആയിട്ട് പിന്നെ വേറെ ഒന്നും കാണാനില്ല. നല്ല പുകയായിരുന്നു. ആ കിഴക്കേ പാതിക്ക് നോക്കുമ്പോൾ നമുക്കൊന്നും കാണാനില്ല. ഈ പുക കൊണ്ട് ഒക്കെ നിറഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒന്ന് പൊട്ടി. അത് പൊട്ടുമ്പോഴേക്കും പിന്നെ തുടരെ ഇടയ്ക്കിടയ്ക്കായി. അങ്ങനെ ഓടാൻ പറയല്ല, ഞങ്ങൾ ഓടി. ആരും പറയണമെന്നില്ല അവിടെ. അങ്ങനെ ഞങ്ങൾ ഇരുന്നോട് നടക്കാരും ഓരോരുത്തരും എനിക്ക് ഓടി. എന്താണെന്ന് അറിയില്ല. ഞാൻ പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. പുറകിൽ നിന്നൊരു സൗണ്ട് വരുന്നുണ്ട്, അത്ര അറിഞ്ഞുള്ളൂ. പിന്നെ ഒന്നും മനസ്സിലായില്ല. സ്റ്റോർ റൂമിൻ്റെ അടുത്താണ് ഞാൻ പടക്കം കെട്ടിക്കൊണ്ടിരുന്നത്. അതിൻ്റെ പുറകിൽ നിന്നാണ് സൗണ്ട് കേട്ടത്. സൗണ്ട് കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും പിന്നെ ഒന്നും പിറകെ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇരിക്കുന്നിടത്ത് ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. അന്നേരം 2 പേര് അപ്പോൾ എഴുന്നേറ്റ് പോയതേ ഉള്ളൂ. പിന്നെ എൻ്റെ പുറകിൽ 4-5 പേര് വേറെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജനവാസ മേഖലയിൽ നിന്ന് അകലെയുള്ള പാടത്തിന് നടുവിലെ ദുരന്തത്തിന്റെ പ്രകമ്പനം 15 കിലോമീറ്റർ ദൂരെ വരെ അനുഭവപ്പെട്ടെന്ന് നാട്ടുകാർ. തൊട്ടടുത്ത ജനവാസ മേഖലയിലാകെ സ്ഫോടനത്തിന്റെ നടുക്കം. ഒരു 3 ജനാല, ഒരു ഫ്രണ്ട് ഡോറ്, പിന്നെ മുകളിലത്തെ ഓട് മൊത്തം ഇളകിയിട്ടുള്ള. അതിന് വേറെ ഒന്നും പറ്റില്ല. അത് ഇവിടുന്ന് നോക്കാച്ചിട്ട് 1/2 കിലോമീറ്റർ, ഇങ്ങനെ നേരെ പിടിക്കാച്ച 1/2 കിലോമീറ്റർ ഉണ്ട്. വെടിപ്പേരുടെ അവിടുന്നല്ല, ഇവിടുന്ന് പിടിക്കാച്ച 1/2 കിലോമീറ്റർ. അത്ര അധികം വഴി അകൽ. ടെറസിന്റെ മുകളിലത്തെ ഓടണം കംപ്ലീറ്റ് മൂല ഇളകിയിട്ട്, കംപ്ലീറ്റ് ഓട് ഇളകിയത്. പിന്നെ ജനാജിന്റെ ഒരു 3 എണ്ണം, ഒരു ഡോറ്, ഫ്രണ്ട് ഡോറ്. ആ ഫ്രണ്ട് ഡോറ് ഇതേമാതിരി ചില്ലിട്ട് തന്നെ അത് കൂട്ടിണ്ടായിരുന്നു. അത് തല്ലി. തല്ലിയ കാരനായി നിങ്ങൾ പോന്നു. ഇപ്പൊ അടയ്ക്കാൻ പറ്റില്ല മാത്രമല്ല, അത് ഉണ്ടായിട്ട്. ഭൂമി കുലുക്കത്തിൽ എന്ന പോലെ ജനൽ ചില്ലകൾ പൊട്ടിച്ചിതറി വീണു. പിന്നെ ആകെ ഞങ്ങൾ ഞെട്ടി. ഭൂമി കുലുക്കാന്ന് പിന്നെ തോന്നണം. അങ്ങനെ ഇളകായിരുന്നു ബിൽഡിങ്. അങ്ങനെ
പിന്നെ മോനെ ഇപ്പുറത്തെ റൂമിലുണ്ടാവാറ് സാധാരണ. അപ്പം ഇന്നലെ ഉച്ചയ്ക്ക് അവിടെ AC ഓൺ ആക്കിക്കൊണ്ട് അപ്പുറത്ത് വന്നിരിക്കാൻ പറഞ്ഞിട്ട് അവന് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അല്ലെങ്കിൽ അവന്റെ മേലേക്ക് മൊത്തം ആവുമായിരുന്നു ചില്ല്. രക്ഷപ്പെട്ടു. അതെ രക്ഷപ്പെട്ടു. പിന്നെ ഇവര് സാമ്പിൾ ഇടയ്ക്ക് കഴിഞ്ഞ വർഷമൊക്കെ പൊട്ടിച്ചിരുന്നു പൂരത്തിന് മുന്നേ. പിന്നെ ജനലൊക്കെ തകർന്ന് ഞങ്ങൾ ആ റൂമിലായിരുന്നു, രണ്ടാമത്തെ റൂമിൽ. ഫസ്റ്റ് റൂമില് ജനലുകൾ തകർന്ന് താഴത്തേക്ക് വീണു. പിന്നെ ഞാനും കുട്ടികളും കൂടി ഹസ്ബൻഡും കൂടിയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു. പിന്നെ ഒരു 2 മണിക്കൂറിന് ശേഷം പുറത്തേക്ക് വന്നേ. അപ്പൊ ഇവിടെ നോക്കുമ്പോ കത്തന കണ്ടായിരുന്നു. പിന്നെ പൊട്ടല് 3 മണിക്കൂറോളം ഇത് പൊട്ടിയിട്ടുണ്ട്. കാശ് ചെലവാക്കേണ്ടി വരും അല്ലേ? കുറച്ച് പൈസ ചെലവാക്കേണ്ടി വരും. ആരെങ്കിലും ബന്ധപ്പെട്ടോ? എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും വന്നോ സർവേയുടെ കണക്കെടുക്കാൻ വേണ്ടി? ഇല്ല വന്നിട്ടൊന്നുമില്ല. പിന്നെ ബാക്ക് അടുപ്പിന്റെ ഇത് ഭാഗമൊക്കെ പൊട്ടിയിരിക്കുക, വിണ്ട് കയറി പോയിരിക്കുകയാണ്. ഇത് ഇനി ഉപയോഗിക്കാൻ കഴിയില്ലെന്നാണ് തോന്നുന്നത്. സോട്ടെ ഈ ഭാഗത്തും വിള്ളലുണ്ട്. ആള് ഗൾഫിൽ നിന്ന് ഈ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതായിരുന്നു അല്ലേ? അപ്പൊ വന്ന് ഇവിടെ നിൽക്കുമ്പോഴാണ് ഇവിടെ ഈ പ്രശ്നം. ഭാഗ്യമുള്ള കാരണം കുഴപ്പമില്ല. നമ്മളുണ്ടായ അല്ലെങ്കിൽ പിള്ളേര് പേടിച്ചായിരുന്നില്ലേ? ഒറ്റയ്ക്കല്ല ഉണ്ടാവുക, വൈഫും കുട്ടികളും ഒറ്റയ്ക്കുണ്ടാവുക. വീടിന്റെ മേൽക്കൂരകൾ പോലും കുലുങ്ങി. ഇനിയും തിരിച്ചറിയാനാകാത്ത മനുഷ്യർ, കാണാതായവർ, അവരുടെ ഉറ്റവർ കാത്തിരിക്കുകയാണ്. ആഘാതമേറ്റവർക്ക് താങ്ങായി ഈ നാടാകെ ഒരുമിച്ചുണ്ട്. അവർ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടാണ് ഈ ജോലിക്ക് വരുന്നത്, അപകടകരമായി ജോലിക്ക് വരുന്നത്. അപ്പോൾ അത്രയും പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്, വെറും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. ആ കുടുംബത്തെ എല്ലാം താങ്ങി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തരമായ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കുമെന്നാണ് ഞങ്ങളെല്ലാം കരുതുന്നത്. മരിച്ച ആളുകളുടെ ആശ്രിതർക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 4 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപയും അടക്കം 14 ലക്ഷം രൂപ നൽകാൻ വേണ്ടിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ആ കുടുംബങ്ങൾക്ക് ഇതുകൊണ്ട് ബാധിക്കപ്പെട്ട പ്രദേശവാസികളുണ്ട്. അവരെയൊക്കെ അവരോടൊപ്പം ചേർന്ന് നിൽക്കുക. എങ്ങനെ ഈ ദുരന്തം സംഭവിച്ചെന്ന് അറിയണം, ആവർത്തിക്കാതിരിക്കണം. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തെ സംബന്ധിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം സർക്കാർ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഉണ്ടാകാണ്ടിരിക്കാൻ ഒരു കാരണവശാലും ഇനിയൊരിക്കൽ ഇത് ഉണ്ടാകാണ്ടിരിക്കാനാണ് ഗവൺമെന്റിന്റെ ശ്രദ്ധ. അതിനുവേണ്ടിയായിരിക്കും ഒരുപക്ഷെ കമ്മീഷൻ നിയോഗിച്ചിട്ടുള്ളത്. 4-ാം നാൾ തൃശൂർ പൂരമാണ്. കേരളം ഒന്നാകെ തേക്കിൻകാട്ടിലേക്ക് ഒഴുകിയെത്തേണ്ട ദിവസം.